ശ്രീ അനിൽ തിരുമല. ഇപ്പോൾ ഇവിടെ സമ്മേളനം നടത്തിയത് CPM ആയതുകൊണ്ട് CPM വിമർശിക്കപ്പെടുന്നു. നിങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ ഓരോരോ പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ അതിപ്പോൾ വലിയ നേതാക്കളുടെ കടന്നുവരവായിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അപ്പോൾ അതിലൊക്കെ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, പലപ്പോഴും ആശുപത്രിയിലേക്ക് പോകാൻ പോകുന്ന ആംബുലൻസുകൾ തടസ്സപ്പെടാറുണ്ട്, അത് ബ്ലോക്കിൽ 1-2 മണിക്കൂർ കുടുങ്ങിപ്പോകാറുണ്ട്, ഒരു പക്ഷേ ജീവനുകൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യം, സമയത്ത് വൈദ്യ പരിശോധന കിട്ടാനുള്ള അവകാശത്തിന് നിഷേധം തുടങ്ങി 100,000 പ്രശ്നങ്ങളുണ്ട്. ഓരോ മനുഷ്യനും അവനവൻ്റെ കാര്യം വളരെ വലുതാണല്ലോ. ആ കാര്യത്തിന് പോകുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആ കാര്യം ഇപ്പോൾ സമ്മേളനങ്ങൾ നടത്തണം, പ്രകടനങ്ങൾ നടത്തണം, അതിനൊക്കെ ഒരു മാനദണ്ഡം ഉണ്ടാക്കുകയും സ്വയമേവ രാഷ്ട്രീയ കക്ഷികൾ അതിനനുസരിച്ച് മാറുകയും ഒക്കെ ചെയ്യേണ്ട കാലമായില്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരുമിച്ചിരുന്ന് ഒരു സമവായമുണ്ടാക്കി അഭിപ്രായ സ്വരൂപീകരണം നടത്തി അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതാണ്. ഇപ്പോൾ ശ്രീ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ചില സമരപരിപാടികൾ, ഇതൊക്കെ നേരത്തെ തന്നെ ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്ന് അല്ലെങ്കിൽ ഔദ്യോഗികപരമായിട്ട് എല്ലാവരും അതിൻ്റെ പെർമിഷൻ എടുത്തതിന് ശേഷമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു സമരം നടക്കുന്നു, ആ സമരത്തിന് മുൻകൂട്ടി പോലീസിനെ അറിയിക്കുന്നു, വാഹനങ്ങളെല്ലാം തിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എത്തിപ്പെടേണ്ട വഴി പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എത്രയോ വലിയ വലിയ സമരപരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വഞ്ചൂര് പാർട്ടിയുടെ ഒരു ഏരിയ സമ്മേളനം നടത്തിയത് ആരുടെയെങ്കിലും അനുമതിയോട് കൂടിയിട്ടാണോ? ഇപ്പം CPMൻ്റെ പ്രതിനിധി അനിൽകുമാർ ഇവിടെ വിശദീകരിക്കേണ്ടത്, ഏതെങ്കിലും ബന്ധപ്പെട്ട ഏജൻസി നിങ്ങൾക്ക് ആ റോഡ് അടച്ച് സമ്മേളനം നടത്താൻ അനുമതി തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അനുമതി വാങ്ങിച്ചിട്ടുണ്ടോ? പോലീസിൻ്റെ അനുമതി ഉണ്ടോ? അനുമതിയില്ലാതെ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഭരണത്തിൻ്റെ അഹങ്കാരവും ഹുങ്കും നിറഞ്ഞ സമീപനം കൊണ്ടാണ് ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ പ്രശ്നത്തെ ഒരു ന്യായീകരണത്തിലൂടെ പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കാര്യത്തിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ എവിടെയെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ പോയി കീഴടങ്ങാൻ വേണ്ടിയിട്ട് ഇതുവരെ തയ്യാറായോ? എവിടെങ്കിലും ഇന്ന ആൾക്കാരൊക്കെ ആണ് തെറ്റുപറ്റിയത് അല്ലെങ്കിൽ അവരറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്, അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് CPMൻ്റെ നേതാക്കന്മാർ പറയാൻ വേണ്ടിയിട്ട് തയ്യാറായോ? ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ചില സമ്മേളനങ്ങളും യോഗങ്ങളും ഇതുമായി ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ഇതെന്ന് പറയുന്നത് ഒരു പാർട്ടി അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തുമാകാം, കേരളത്തിൽ എന്തുമാകാം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇവരുടെ ഏതാണ്ട് പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ താഴോട്ട് അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളെല്ലാം കണ്ട് മിണ്ടാതിരുന്നോളണം. ഞങ്ങൾക്ക് അധികാരമുണ്ട്, അധികാരമുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം ചെയ്യും. നിങ്ങളാരാണ് ചോദ്യം ചെയ്യാൻ? ഇപ്പോൾ മാധ്യമ സുഹൃത്തുക്കളെ ഈ സൈഡ് ലൈൻ ചെയ്തു അല്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾ സെലക്റ്റീവ് ആകുന്നു എന്നാണ് പറയുന്നത്. ഈ വിഷയം ഞാൻ ചോദിക്കട്ടെ, തലേ ദിവസം തന്നെ മാധ്യമ സുഹൃത്തുക്കൾ പല മാധ്യമങ്ങളും പറഞ്ഞല്ലോ, ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്, ഇത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നതാണ്, ആശുപത്രിയിലേക്ക് പോകണം, സ്കൂൾ കുട്ടികളുടെ വാനുകൾ പോലും സമയത്ത് സ്കൂളുകളിൽ എത്തിയിട്ടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ പറയുന്ന ദൃശ്യമാധ്യമങ്ങൾ പുറത്തു വന്നപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, പരമോന്നതനായിട്ടുള്ള ആള്, ആ സമ്മേളനത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം പറയണ്ടേ, ആ സമ്മേളനം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ സമ്മേളന വേദി നമുക്ക് മാറ്റേണ്ടതാണ് എന്ന് പറയണ്ടേ? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതിനകത്ത് പങ്കെടുത്തില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ജനങ്ങളോടൊരു വെല്ലുവിളി നടത്തിയാൽ ജനങ്ങളോട് എന്തുമാകാം. അധികാരമുള്ളത് കൊണ്ട് ധിക്കാരവും ധാർഷ്ട്യവും കാണിച്ച് ജനങ്ങളോട് വെല്ലുവിളി നടത്തി ഞങ്ങൾ സമ്മേളനവും നടത്തും, സമ്മേളനത്തിന് ശേഷം മണിക്കൂറോളം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകവും. ആലോചിച്ച് നോക്ക്, സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഒരു നാടകം നടത്തിയാണ്. ഇത്ര പരസ്യമായിട്ട് ഇത്ര അഹങ്കാരത്തോടു കൂടി കേരളത്തിൽ ഭരണം നടത്തുന്ന ഒരു പാർട്ടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ ആരോടാണ് മറുപടി പറയേണ്ടത്? ഇനി ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം കൂടി. ഈ പറയുന്ന ആൾക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കഴിഞ്ഞ തലേ ദിവസം മുതൽ അവിടെ 50-ലധികം പോലീസുകാർ നിൽക്കുന്നു, വാഹനം തിരിച്ചുവിടുന്നു. അപ്പോൾ ഇതെല്ലാം പാർട്ടിയുടെ നേതൃത്വം അറിയാതെ, പാർട്ടിയുടെ ഭരണകക്ഷിയിലെ പ്രധാന നേതാക്കൾ അറിയാതെ, അവർ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കാതെ പോലീസ് എങ്ങനെയാണ് അവിടെ വരുന്നത്? പോലീസ് എങ്ങനെ അവിടെ വരും? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അധികാരമുള്ളത് കൊണ്ട് അധികാരത്തിന്റെ ഗർവ്, അഹങ്കാരം ഉപയോഗിച്ച് ജനങ്ങളോടൊരു വെല്ലുവിളി നടത്തുന്ന പാർട്ടിയായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് വഞ്ചൂരിൽ ഈ റോഡ് അടച്ചുകൊണ്ട് ജനങ്ങളോട് വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. അത് ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. ശരി.